അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇവിടെ ഐ വാണ്ട് എന്നില്ല, കൃത്യമായി നിങ്ങളുടെ ആഗ്രഹവും ആവശ്യമൊക്കെ യൂട്യൂബിൻ്റെ താഴെ നിന്ന് കമൻറ്റ് എടുത്തോളൂ. എന്നിട്ട് ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അഡ്മിനെ വിളിച്ചിട്ട് ഇതാണ് ഞാൻ കമൻറ്റ് ചെയ്തത്, എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ആ കോഴ്സിന് ഇത്രയും ഡിസ്കൗണ്ട് തരണം, എത്ര വേണ്ടതെന്ന് വെച്ച് പറയുക. അഡ്മിൻ അത് നിങ്ങൾക്ക് നമ്മൾ അക്കൗണ്ട്സായിട്ട് ആലോചിച്ച് സ്പെഷ്യലായിട്ടുള്ള പ്രൈസ് വരും. കാരണം എന്താ പറയുക, ശരിക്കും വേണ്ടവർക്ക് നൽകുക എന്നതാണ് സത്യം, അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല സെഷനിലേക്ക് കടക്കാം. മനോഹരമായ അല്ലേ, നമ്മൾ 2-3 ദിവസമായല്ലേ ലൈവ് ക്ലാസ് എടുത്തിട്ട്. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഫ്രീ സെഷൻസ് ശനി ഞായർ 2 ദിവസങ്ങളായിരിക്കും ഈ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാവുക. ബാക്കി എല്ലാ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഫ്രീ സെഷൻസ് താല്പര്യമുള്ളവർ ശനി ഞായറിലേക്ക് കാത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ മെഡിറ്റേഷൻസ് എല്ലാം ശനി ഞായർ ദിവസങ്ങൾ 2 ദിവസങ്ങളായിരിക്കും സ്പെഷ്യൽ മെഡിറ്റേഷൻ ഉണ്ടാകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 2020 മെഡിറ്റേഷൻ, കുബേര മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള ഏറ്റവും റിസൾട്ട് നൽകുന്ന നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള മെഡിറ്റേഷൻസ് എല്ലാം നമുക്ക് ശനി ഞായർ ദിവസങ്ങളിൽ, കാരണം അവിടെ കൂടുതൽ ആൾക്കാർക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളത് വേണ്ടവരൊക്കെ നോക്കി കണ്ടിരിക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു ഉഷാർ വേണ്ടേ? കുറച്ച് ദിവസമായാലും ഒരു ഉഷാറില്ല, അതല്ലേ നമ്മളെല്ലാം കൂടുമ്പോഴല്ലേ നമുക്ക് ഒരു ഉഷാറുണ്ടാകും. മറ്റെല്ലാം പെയ്ഡ് സെഷൻ്റെ ക്ലാസ്സുകൾ ഇതിനേക്കാൾ ഉഷാറും എല്ലാവരും ഉഷാറുണ്ട്, പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിലേക്ക് തരുന്നില്ല, അത് ഒരിക്കലും പെയ്ഡ് സെഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ പോരട്ടെ, എല്ലാവരും ഒന്ന് റെഡി ആയിക്കോ. 10, 10, 1, 2, 3, 4. യെസ്, ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചാൽ മാത്രമേ നമുക്കൊരു ഉഷാറുള്ളൂ. നേരത്തെ പറഞ്ഞ ഒന്ന് ചാടും ജമ്പിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കട്ടോ. ഞാനൊന്ന് എൻ്റെ സ്റ്റുഡിയോ ഒന്ന് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കട്ടെ, എന്നിട്ട് ഞാൻ ചാടിയിട്ട് കാണിച്ചു തരാം. ഒന്ന് ക്ലാസ് എടുക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നിടത്ത് ചാടാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഞാൻ ചാടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കെല്ലാം ഒരു ഉഷാറുണ്ടാവുള്ളൂ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ചാടാൻ നോക്കും. ആ ചാടാൻ ആഗ്രഹമുള്ളവർക്ക് നാളെ രാവിലെ സ്പെഷ്യൽ സൺഡേ മോർണിംഗ് സ്പെഷ്യൽ ഒരു യോഗ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ലിങ്ക് അഡ്മിൻ അത് അറിയിക്കും. യോഗ ക്ലാസ് എല്ലാ സൺഡേയും മോർണിംഗ് ഫ്രീ യോഗ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്പെഷ്യൽ യോഗയാണ്, സൺഡേ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ ബാക്കി എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് 4:50 മുതൽ 6 മണി വരെ യോഗ ക്ലാസ് ഉണ്ട്. യോഗയിൽ പങ്കെടുക്കാം, എനർജൈസ് ചെയ്യുക, ഊർജ്ജസ്വലമാക്കുക, എന്നിട്ടൊരു പവർഫുൾ മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യുക, ജീവിതത്തിൽ മനോഹരമായ മാറ്റത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും റെഡി ആവട്ടെ. റെഡി 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 യെസ്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചട്ടെ, അതിൻ്റെ ഇടയിൽ രസമുള്ള കാര്യമാണ്. നമ്മൾ മെയ് 1-ാം തീയതി ഒരു പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. കോടീശ്വരിയായ എത്ര പേര് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? നോക്കട്ടെ എത്ര പേരുണ്ട്. കോടീശ്വരിയാണ്, ഞാൻ കോടീശ്വരിയാണ്. ആരും കൊണ്ടോ പേര് നോക്കട്ടെ. പേര് 1, 2, 3. നെയിം. അവർക്ക് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ്. മെയ് 1-ാം തീയതി നമ്മൾ 1 ക്രോർ ക്ലബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 1-ാം തീയതി രാവിലെ ആയിരിക്കും അതിൻ്റെ ക്ലാസ്. അത് പറയാം, ക്ലാസ് എല്ലാം ഒരു ക്ലബ്ബാണ്. അതിനകത്ത് പല ആക്ടിവിറ്റി, പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിന് താല്പര്യമുള്ളവർക്ക് ഞാൻ അറിയിക്കാം ആരൊക്കെയാണെന്നൊക്കെ. ഞാൻ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാനുള്ള ലിങ്ക് ഓൾറെഡി ബിസിനസ് മാസ്റ്ററി ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നാളെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യും. അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ അത് സെലക്റ്റീവ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫോം കൃത്യമായി ഫില്ല് ചെയ്യുക, എന്നിട്ട് അയച്ചു തരിക. അതിൽ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ 1 ക്രോർ ക്ലബിലേക്ക് ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര പേരുണ്ട്, ഇത്രയേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? കോടീശ്വരന്മാരും വളരെ കുറച്ചേ ഉള്ളൂ. യെസ്, കുറച്ചും കൂടി ഉണ്ടാക്കട്ടെ. നമുക്ക് കുറേ ആൾക്കാരെ കൂടി ഉണ്ടാക്കണം. കോടീശ്വരന്മാരെ ഉണ്ടാക്കണം ഈ വർഷം തന്നെ. ഓക്കെ, ഒരു സർപ്രൈസ് ന്യൂസ് ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിങ്ങളോട് പറയും. അത് വരെ വെയിറ്റ് ചെയ്തോളൂ. ദർ ഇസ് സംതിങ് ന്യൂ തിങ്സ്, ബിഗ് തിങ്സ് ഇസ് കമ്മിങ്. ഓക്കെ, ലെറ്റ്സ് ജംപ് ടു ദ ക്ലാസ് നൗ. ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള, അല്ലേ? എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ? യെസ്, മില്യൺ കണക്കിന് ആളുകളെ മാറ്റിയ രഹസ്യം. ഇത് അറിയാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? ആരെങ്കിലും ആ മില്യണിലുള്ള ആൾക്കാരാണോ, അല്ല ഇത് അറിയാൻ താല്പര്യമുള്ളവരാണോ? അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. എന്താണ് എഴുതുക? ഐ വാണ്ട് സീക്രട്ട്.
സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് സീക്രട്ട് വേണമെങ്കിൽ മാത്രം ചെറിയ. ഇപ്പം ഞാൻ പറയാം, ആരോടും പറയരുത്. രഹസ്യമായിട്ടുള്ള ഒരു കാര്യം രഹസ്യമായി നിങ്ങളോട് പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളിത് പുറത്താരോടും പറയാനും പാടില്ല. പക്ഷെ നിങ്ങളിത് ചെയ്യുകയും വേണം. നിങ്ങൾ ചെയ്യുകയും വേണം, പറയാനും പാടില്ല. എഗ്രി ആണല്ലോ? എങ്കിൽ സീക്രട്ട് എന്ന് ടൈപ്പ് ചെയ്തു. അല്ല, ഞാൻ പറയും ആൾക്കാരോട്, പക്ഷെ ഞാൻ ചെയ്യില്ലെങ്കിൽ നിങ്ങളെ ഉറുമ്പ് കടിക്കും. വേറൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ ഉറുമ്പ് കടിക്കും. കാരണം നിങ്ങൾ ചെയ്യുക, ആരോടും പറഞ്ഞു കൊടുത്തിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾ സീക്രട്ട് ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യുക. ഓക്കെ ആണല്ലോ? രഹസ്യം തരാം. ഓക്കെ. ഇനി രഹസ്യമാകല്ല, നിങ്ങൾ പരസ്യമാക്കി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ ഉറുമ്പ് കടി കൊണ്ട് നിങ്ങൾ വേദനിക്കും. ഉറുമ്പ് കടി, ഒന്നാലോചിച്ചൊക്കെ, ഉറുമ്പ് കടിച്ച് വേദനിക്കാറുണ്ട് എത്രയോ അല്ലേ? ഭയങ്കര വേദനയായി ഉറുമ്പ് കടി. അതാണ് അയക്കാം. നോക്കട്ടെ. അല്ലേ? പണ്ട് വേറെന്ത് പറയലും, എന്തോ ഒന്ന് നമ്മുടെ നാട്ടിൽ പറയലും, ആ പേര് പറഞ്ഞു, യക്ഷി, യക്ഷി പിടിക്കുന്ന പറയുന്നതിന് പകരം വേറെന്തോ ഒരു സാധനം കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടല്ലോ, മറ്റെന്തോ പിടിക്കുന്നത്. പേര് പറഞ്ഞത് എനിക്ക് എന്തോ സാധാരണ പറയാറുണ്ട്. അതുപോലുള്ള സാധനമാണ് ഞാൻ ഉറുമ്പ് എന്ന് പറഞ്ഞത്. ആർക്കും അറിയോ സാധനത്തിന്? കുട്ടികളോട് പറഞ്ഞു പേടിപ്പിക്കുന്ന സാധനം. ഭൂതമല്ല, അതല്ല, ഭൂതം പിടിക്കുന്ന ആരും പറയില്ല. വേറെ ചെറിയൊരു സാധനം. ആ, കക്കൊച്ചി പിടിക്കുന്ന, കോക്കൊച്ചി പിടിക്കുന്ന പറയാണ്ടല്ലേ, അതുപോലെയാണ് ഉറുമ്പ് പിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നോക്കൂ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണയായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു ക്ലാസ്സുമല്ല ഇന്ന് ഞാൻ എടുക്കുന്നത്. കാരണം ഇന്നത്തെ ഈ സെഷൻസ് ഒരു ഒരുപാട് വർഷങ്ങൾ മുമ്പ് തന്നെ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ, ആൾക്കാർ വിജയിച്ച, എല്ലാവരും പ്രാക്ടീസ് ചെയ്ത ഒരു നഗ്ന സത്യമാണ്. പക്ഷെ ഇപ്പോഴും ഒരു കോളേജും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിനെ ഒരു ഗവൺമെന്റും ഇതിനെ ആധികാരികമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. കാരണം ഇപ്പോൾ ഒരുപാട് ഒരുപാട് പ്രഗത്ഭരുടെ, ഒരുപാട് പ്രശസ്തരുടെ ഒരു പുസ്തകങ്ങൾ ഇതുമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്നേ വരെ അത്തരം പുസ്തകങ്ങളൊന്നും അതാണ് സത്യമെന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് പോലും അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെ ആയിത്തീരാണ്ട് ശ്രമിക്കാനുള്ള ഒരു നടപടിയോ ഒരു തരത്തിൽ എടുത്തില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇത് എത്രത്തോളം സീക്രട്ട് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞങ്ങളെപ്പോലുള്ള മെൻഡർമാരും ഞങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങളിത് പരസ്യമായി പറയുമ്പോഴും ഒരു വിഭാഗം, സോ കോൾഡ്, എന്താണ് നമ്മൾ പറയാം, ശാസ്ത്രം, പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവരിതിനെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഇതറിഞ്ഞ് നന്നായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ഈ പറഞ്ഞ ഒരു പ്രത്യേക അവരെ അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കില്ല എന്നതുകൊണ്ട് ഇത് പബ്ലിക്കിൽ അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മറ്റൊന്നുമല്ല. അതിൻ്റെ സീക്രട്ട് അറിയാൻ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. വലിയ കാര്യമാണ്, നിങ്ങളിൽ എല്ലാവരിലുമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. കാരണം ഒരു സത്യസന്ധമായിട്ട് നിങ്ങൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ സത്യസന്ധമായി തന്നെ ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉത്തരം പറയാൻ നോക്കുക. നിങ്ങൾ ഒരിക്കലും ബുദ്ധിപൂർവ്വമൊന്നും ഉത്തരം പറയേണ്ട, സാവധാനം നോർമൽ പറയാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും വിജയിക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ ചുറ്റുപാടുകളുമുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണോ, അല്ല നമ്മളുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണോ? നമ്മൾ വിജയിക്കാത്തത് വീട്, അച്ഛൻ, അമ്മ, വളർന്ന കുടുംബം, ചുറ്റുപാട്, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണോ, അല്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സാധനം പിടിച്ചു വെക്കുന്നത് കൊണ്ടാണോ? ഇതിന് സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ ഈ സംഭവം എന്താണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാവും. അല്ലേ? ഒരാൾക്ക് ആർക്കും മറുപടി ഇല്ല. അതിന് മറുപടി എത്ര പറയുന്നു? എല്ലാവരും എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ഒരേ മറുപടി അറിയും. കാരണം നിങ്ങൾക്കെല്ലാം കാലങ്ങളായിട്ട് ഞാനിത് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. യെസ്, സാഹചര്യം പറയുന്ന ആളുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്.
ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഉത്തരം ഇല്ലാത്തവരാണോ? ഇല്ലാത്തവർ നിങ്ങൾക്ക് ഉത്തരം ഏതെങ്കിലും ഒന്നും എടുത്തോളൂ. ഇല്ലാത്തവരുണ്ട്, സാഹചര്യമുള്ളവരെന്ന് പറഞ്ഞോളൂ. നമ്പര് കൂട്ട് നോക്കൂ. ഇതാണ് നമ്മുടെ സമൂഹം. യെസ്, യെസ്, സാഹചര്യം. യെസ്, പറയട്ടെ. പെട്ടെന്ന് 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 ആയിക്കോട്ടെ, പെട്ടെന്ന്. ഓക്കെ. അപ്പോൾ നോക്കൂ, ഓൾമോസ്റ്റ് ഉത്തരങ്ങളും ഇവിടെ വരുന്നത് മറ്റൊന്നുമല്ല. രണ്ട് ഉത്തരം വരുന്നത് സിറ്റുവേഷൻ അല്ലെങ്കിൽ മൈൻഡ് എന്നായിരിക്കും നിങ്ങളെല്ലാം ഉത്തരം പറയുക. ഓക്കെ. സാധാരണ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ, അധികം പങ്കെടുക്കാത്തവർ, അതിനെ മനസ്സിലാക്കാത്തവർ, ക്ലാസ് പഠിക്കാത്തവർ സാഹചര്യം എന്ന് പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പുറം ലോകം അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? നമ്മളുടെ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് സാഹചര്യത്തെ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? വേറൊരു വഴികളും ഇല്ലല്ലോ. അതായത് പുറം ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ പ്രതിഫലനം തന്നെയായിരിക്കണം. കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ കണ്ണാടിയാണ് നമ്മളെ കാണിക്കുന്നതെങ്കിലും നമ്മളുടെ രൂപമല്ലേ അവിടെ കാണുള്ളൂ. മറ്റൊന്നിനെയും കണ്ണാടിയിൽ കാണാൻ സാധിക്കുമോ നമുക്ക്? അപ്പോൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് സാഹചര്യം എന്നിപ്പോൾ ഉത്തരം പറഞ്ഞവർ വിജയിച്ചില്ല എന്നും മനസ്സിൻ്റെതാണെന്ന് മനസ്സിലാക്കിയവരുടെ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന് പറയുന്നതും മറ്റൊന്നുമല്ല, അകത്തുള്ള പ്രതിഫലനം, നമ്മുടെ ഒറിജിനൽ തിങ്നെസ്സിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പ്രതിഫലനം മാറുന്നു എന്നാണ്. അതായത് വിജയിച്ചവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം ആദ്യം അവരുടെ മനസ്സിനെയാണ് മാറ്റുന്നത്, അവരുടെ സാഹചര്യങ്ങളെയല്ല. കാരണം അപ്പോൾ മാത്രമാണ് ജീവിതം സ്വയം മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ നിങ്ങളുടെ ഒരു 5 ഘട്ടങ്ങളിലൂടെ ഒന്ന് യാത്ര കൊണ്ടുപോകാം. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മൾക്ക് എന്ത് മാറ്റം ഉണ്ടാവണമെങ്കിലും ആദ്യം ആ മാറ്റത്തെ പറ്റിയിട്ടുള്ള ബോധം അല്ലെങ്കിൽ ചിന്ത ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിലാണ്. എനിക്ക് മാറ്റമുണ്ടാവണം. എങ്ങോട്ട്? എനിക്ക് ഇന്ന് മാറ്റമുണ്ടാവണം. അപ്പോൾ ആ ചിന്ത ആദ്യം ഉണ്ടാവുന്നത് മനസ്സിലാണ്. എന്നിട്ടോ പിന്നെ മനസ്സിനെ അതിനു വേണ്ടി പാകപ്പെടുത്തിയെടുക്കണം. ചിന്ത ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നേടാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അതിന് പറയുന്ന പേരാണ് മാസ്റ്ററി എന്ന് പറയുന്ന സാധനം. ഈ മാസ്റ്ററി ആയിക്കഴിഞ്ഞാലോ അതിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളൊന്ന് കാണാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, തിരുവനന്തപുരമുള്ള ഒരാൾ പറയാണ്, എനിക്കൊന്ന് മുംബൈക്ക് പോകണം. ഓക്കെ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? മുംബൈക്ക് പോകണം എന്നുള്ള ചിന്ത അവനോട് വന്നു. അടുത്ത സ്വാഭാവികമായിട്ട് അവൻ ചോദ്യം ചോദിക്കണം, എന്തിനാണ് ഞാൻ മുംബൈക്ക് പോകുന്നത്? അപ്പോഴവൻ മുംബൈക്ക് പോകുന്ന എന്താണെന്ന് ഉത്തരം കിട്ടി. അപ്പോൾ മുംബൈക്ക് പോയി കഴിഞ്ഞാൽ അത് നേടുന്ന അവസ്ഥയെപ്പറ്റി അവൻ ചിന്തിക്കുമോ? മുംബൈയിലെത്തി, മുംബൈയിൽ അത് പോയി, അവിടുന്ന് പോയി ആ കാര്യം ഞാൻ നേടി, അത് ചിന്തിക്കും, അതിനെ കാണും, മുംബൈയിൽ വിഷ്വലൈസേഷൻ ചെയ്യും, വിഷൻ ഉണ്ടായി. എന്തിനാണ്? ഇന്ന കാര്യത്തിനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മനസ്സിനെ ഈ മുംബൈയിൽ പോകേണ്ട കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊന്ന് മാസ്റ്റർ ചെയ്യിപ്പിക്കും. മുംബൈ പോയാൽ നിനക്ക് ഇന്ന കാര്യമാണ് നേടേണ്ടത്, ഇന്നതാണ് നിൽക്കേണ്ടത്, മനസ്സിനെ മാസ്റ്റർ ചെയ്യിപ്പിക്കും. മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ആദ്യം ചിന്ത മനസ്സിനെ അത് തയ്യാറാക്കി, അതിനുവേണ്ടി മനസ്സിനെ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ആ വിഷനിലേക്ക്, ആ ആവശ്യത്തിലേക്ക് നമ്മൾ കടന്നു. ഇനി എന്താ ചെയ്യുക? അത് കഴിഞ്ഞാൽ മാത്രം മതിയോ? ചിലപ്പോൾ അത് മുംബൈക്ക് പോകണം എന്ന് പറഞ്ഞത് അതിന് ട്രെയിൻ വേണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വേണം, അപ്പോൾ അതിന് ടിക്കറ്റ് വേണം, അതിന് സാഹചര്യങ്ങൾ ഒരുക്കണം. അതുമായിട്ട് നമ്മൾ അലൈൻമെൻ്റ് ആവണം, അല്ലേ? ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുക്കാർക്കും പോകാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ട്രെയിൻ വേണോ, ഫ്ലൈറ്റ് വേണോ, ഇപ്പോഴെൻ്റെ പോകേണ്ട എമർജൻസി വിഷൻ ആവശ്യം എന്താണ്, ആ ആവശ്യത്തിനനുസരിച്ച് ഞാൻ എൻ്റെ അവിടെ പോകാനുള്ള യാത്രയെ ശരിയാക്കണം. അതായത് അതിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യപ്പെടണം. എന്തിനാണ് ഞാൻ വിഷനിലേക്ക് പോകുന്നത്? ഇതെൻ്റെ ജീവിതത്തിലെ അട്രാക്ഷൻ ഉണ്ടാവണം. അട്രാക്ഷൻ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? എന്നാൽ മാത്രമേ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ജീവിതം അവിടെ എത്താൻ പറ്റുക. അപ്പോൾ മാത്രമാണ് അത് ആ അട്രാക്ഷൻ വരെ എത്തിക്കഴിയുമ്പോഴാണ്
നമ്മളുടെ ആഗ്രഹം നമുക്ക് മുംബൈ പോയി കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കവിടെ വരും. അതായത് ഞാൻ ഒരു ഉദാഹരണം ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം. നമുക്ക് ഇന്ന് 25-ാം തീയതി, 30-ാം തീയതി രാവിലെ 10 മണിക്ക് മുംബൈയിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യണം എനിക്ക്. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ ചിന്ത വന്നു, 30-ാം തീയതി രാവിലെ 10 മണിക്ക് എനിക്ക് ആ സെമിനാർ അറ്റൻഡ് ചെയ്യണം. അപ്പം സെമിനാർ എന്തിൻ്റെയാണ്? ഇന്നതിന്. അപ്പം അതിന് ഞാൻ ചിന്തിച്ചു, ഏത് ഹോട്ടലിലാണ്? ഓക്കെ, താജ് ഹോട്ടലിലാണ്. താജ് ഹോട്ടലിലേക്ക് ഞാൻ സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ ആദ്യം അതിനു വേണ്ടി ചിന്തിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ മാസ്റ്റർ ചെയ്ത് എൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ആ സെമിനാറിന് പോകേണ്ട കാര്യത്തിന് ഞാൻ പ്രിപ്പറേഷൻ നടത്തി. എന്നിട്ട് അതിന് ഞാൻ അപ്പോൾ താജ് ഹോട്ടലിൽ എങ്ങനെയായിരിക്കും ഞാൻ പോകുന്നത്, ഏത് രീതിയിലേക്ക് സെമിനാർ അറ്റൻഡ് ചെയ്യുന്നത്, ഏത് രൂപത്തിലേക്ക് ഞാൻ അവിടെ ഡെലിവറി ചെയ്യുന്നത് ഒക്കെ ഞാൻ ആഗ്രഹിച്ചു, വിഷൻ അത് കണ്ടു. എന്നിട്ടോ ഞാൻ ഓക്കെ, ഇനി പോകണം. എങ്ങനെ പോകണം? അപ്പം ഞാൻ ട്രെയിനാണോ ഫ്ലൈറ്റാണോ, ട്രെയിനിൽ ഏത് ട്രെയിന്, എത്ര കാശ് ചിലവാക്കാൻ പറ്റും എന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എടുത്തു. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചു, 30-ാം തീയതി ഇന്ന സമയത്ത് ഞാൻ 29-ാം തീയതി രാത്രി എത്തും, ഹോട്ടലിൽ ഉറങ്ങുന്നു, നമ്മൾ പിറ്റേ ദിവസം രാവിലെ സെമിനാറിന് പോകുന്നു, ഒക്കെ സന്തോഷത്തോടെ സെമിനാർ എടുക്കുന്നു. ആൾക്കാരെല്ലാം കൈയടിച്ചു, ദിനേഷ്, യു ആർ വെൽ ഡൺ, യു ആർ ഗ്രേറ്റ്, യു ആർ ആസം എന്ന് പറയുന്നു. ഡോക്ടർ ദിനേഷ്, നമുക്ക് ആ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചു. ഹാപ്പിനെസ് വരെ എത്തിയോ? ഇനി ആ ഹാപ്പിനെസ്സിനെ ഞാൻ അനുഭവിച്ചാൽ മാത്രം മതി. ഇതെല്ലാം ഇവിടെ പ്ലാനായി. ഇനി ഞാൻ ട്രെയിനിൽ കയറുക, പോവുക, യാത്ര ചെയ്യുക, അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ ബാക്കിയുള്ളത് എൻ്റെ അനുഭവം മാത്രമാണ്. ഇവിടെ പ്ലാൻ റെഡിയായി, പിന്നെ അങ്ങോട്ട് അനുഭവിച്ചാൽ മതി. എളുപ്പമല്ലേ പരിപാടി? ഇങ്ങനെയല്ലേ ലൈഫിൽ ആൾക്കാർ സക്സസ് ആവേണ്ട? എനിക്ക് എളുപ്പത്തിൽ സക്സസ് ആകാൻ പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ട്യൂൺ ചെയ്ത് വന്നു? ഇങ്ങനെയാണ് നമ്മൾ സന്തോഷത്തിലേക്ക് പോകുന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയില്ല എന്നത് മാറ്റി നിങ്ങൾക്കെല്ലാം കഴിയും എന്ന അവസ്ഥയിലെത്തും. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ഇതുപോലൊരു പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുമോ കഴിയില്ലേ? യെസ് ഓർ നോ ഒന്ന് ആൻസർ ചെയ്തേ. ഇതുപോലൊരു പ്രോസസ്സിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, ഇല്ല എന്ന് വിശ്വസിക്കും? യെസ് ഓർ നോ? എല്ലാവരും പറയട്ടെ, നോ 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 നോ, ഇതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല സാർ, ഇതിരുന്ന് പറയുന്ന വളരെ എളുപ്പമാണ്, ഇതിനകത്ത് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യത്തെ ഒന്നുകൂടി തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യമാണോ നിങ്ങൾക്ക് മുംബൈയിൽ എത്തിച്ചത്, അല്ല നിങ്ങളുടെ മനസ്സാണോ നിങ്ങളുടെ മുംബൈയിൽ എത്തിച്ചത്? അപ്പോൾ സാഹചര്യം പറഞ്ഞവരോട് എന്താ പറയുക? നിങ്ങളെല്ലാവരും ഒരു 100 ഇമ്പോസിഷൻ എഴുതിക്കോട്ടോ. എൻ്റെ ജീവിതം നിർണ്ണയിക്കുന്നത് എൻ്റെ മനസ്സാണെന്നുള്ള ഒരു 100 ഇമ്പോസിഷൻ നിങ്ങൾ എഴുതിക്കോ. സാഹചര്യം അല്ലല്ലോ. എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇതിനെയാണ് നമ്മൾ ഇത്രയും പൊടിഞ്ഞ് പോവില്ല അല്ലേ? ടൈറ്റായി. എനിക്ക് മൂക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, പോകുന്നില്ല കൈ. ഇങ്ങനെ എൻ്റെ കൈ ടൈറ്റായത്, കോട്ട് ടൈറ്റായിട്ട് പോകാത്ത എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? എത്തി, രക്ഷപ്പെട്ടു. എന്തിനാ ഈ പരിപാടി? ഇങ്ങനെ പിടിച്ചാൽ പോരെ? എൻ്റെ വല്ല കാര്യമുണ്ടോ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനൊന്ന് മനസ്സിലാക്കുക, ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മറ്റൊരു ഉദാഹരണം ചോദിക്കും. ഞാൻ വേറെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഇപ്പം റേഡിയോ ആരെങ്കിലും ഇല്ല, റേഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം ആരും റേഡിയോ കേൾക്കുന്നവരുണ്ടോ? ഇല്ലല്ലോ. വേണ്ട, റേഡിയോ കേൾക്കുന്നതിനേക്കാൾ എളുപ്പ പരിപാടിയാണ്. യൂട്യൂബ് കാണുന്നവരെല്ലാവരുണ്ടല്ലേ? രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കുകയാണ്, ദിനേശ് സാറിൻ്റെ ക്ലാസ് ഒന്ന് കാണണം. യൂട്യൂബിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്യാണ് രജനീഷ് സാർ എന്ന് ടൈപ്പ് ചെയ്യാണെന്ന് കരുതിക്കും. ആരെ വീഡിയോ കാണും? റേഡിയോൻ്റെ പരസ്യം റേഡിയോനെ പറ്റി പറയാനിപ്പോൾ റേഡിയോ ഇല്ലാത്തതുകൊണ്ടാണ്. രണ്ടാണ്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഉദ്ദേശം തന്നെ, ദിനേശ് സാറിൻ്റെ ക്ലാസ് കാണണമെങ്കിൽ ദിനേശ് സാർ തന്നെ ടൈപ്പ് ചെയ്യണം അല്ലേ? രജനീഷ് സാറിൻ്റെ ക്ലാസ് കാണാൻ യൂട്യൂബിൽ രജനീഷ് സാർ തന്നെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? എനിക്ക് സുഖമില്ല, സുഖമാണ്, ഇത് വയ്യ, അതില്ല, ഇതില്ല, അങ്ങനെയില്ല, അങ്ങനെയല്ലേ? ഇല്ല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല എന്ന് കിട്ടും അല്ലേ? ദിനേശ് സാറിനെ ടൈപ്പ് ചെയ്ത് ദിനേശ് സാറിന് കിട്ടും, രജനീഷ് സാറിനെ ടൈപ്പ് ചെയ്ത് രജനീഷ് സാറിന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ സുന്ദരി എന്താ കുറേ വേറെ അങ്ങനെ കുറേ ചാനൽ എന്തൊക്കെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് വെച്ചാൽ, അങ്ങനെ ഏതെങ്കിലും ചാനൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. ഏതാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അത് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ഈ സെർച്ച് ചെയ്യുന്നത് എന്നത് വിഷയമല്ലേ? ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് തന്നെ സെർച്ച് ചെയ്യണം നമ്മൾ.
ഇപ്പോൾ ഒരു റേഡിയോ വീണ്ടും പറയുന്നത് സ്വാഭാവികമായിട്ട് റേഡിയോ പറഞ്ഞു പറ്റും, ഫ്രീക്വൻസി പറയുന്നതുകൊണ്ട്. ഇപ്പോൾ 98.3 FM നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ മലയാളം റേഡിയോ ആണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ 98.3 FM സെർച്ച് ചെയ്താൽ മലയാളം കിട്ടും. പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് 104.8 FM ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇംഗ്ലീഷ് വാർത്തയായിരിക്കും. എന്താണ് വ്യത്യാസം? രണ്ട് ഫ്രീക്വൻസി ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഫ്രീക്വൻസി, ഒന്ന് നെഗറ്റീവോ പോസിറ്റീവ് എന്തെങ്കിലും ആവട്ടെ, ആ ഫ്രീക്വൻസി നമ്മൾ ഏത് സെർച്ച് ചെയ്യുന്നു അതേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഭയങ്കര വലിയ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഇതൊന്നുമല്ല, എന്താ പറയുക, വേദാന്തോ അല്ലെങ്കിൽ ഡീപ്പ് കോൺസെപ്റ്റ് ഒന്നുമല്ല, വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തലച്ചോറിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളേ കാണത്തുള്ളൂ, അത് മാത്രമേ കടത്തിവിടുള്ളൂ. ഞാനൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റോഡിൽ ഇഷ്ടം പോലെ കാറ് കാണും, വളരെ എളുപ്പമാണ്. അല്ലെങ്കിലോ കാറ് കാണുകയില്ല, കണ്ടാൽ നിങ്ങൾ കാറ് കണ്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കണം, ട്യൂൺ ചെയ്തെടുക്കണം. നമുക്ക് എന്തിലേക്ക് വേണം അതിലേക്ക് നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്തെടുക്കണം. അപ്പോഴാണ് മനസ്സിൽ വർക്ക് ചെയ്യുക. അതിനാണ് നമ്മളുടെ ഇവിടെ ട്യൂൺ യുവർ മൈൻഡ്, ട്യൂൺ മൈ മൈൻഡ് എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല, ട്യൂൺ യുവർ മൈൻഡ് എന്നുള്ള ക്ലാസ് വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക. എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക്. എനിക്ക് അസുഖം വേണമെന്നെങ്കിൽ നിങ്ങൾ അസുഖത്തിലേക്ക് ട്യൂൺ ചെയ്തോളൂ. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട്? എനിക്ക് കുറച്ച് അസുഖം വേണമായിരുന്നു, ട്യൂൺ ട്യൂൺ ടു ദാറ്റ്. എളുപ്പമാണ്. നാളെ രാവിലേക്ക് എഴുന്നേക്കാതിരിക്കും, വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കുറച്ച് എക്സസൈസ് പറയാം. എപ്പോഴും പോസിറ്റീവ് എക്സസൈസ് അല്ലേ, പോസിറ്റീവ് കാര്യമല്ലേ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ദൈവമേ ഇങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്യുക, മനസ്സിനോട് മനസ്സേ നാളെ രാവിലെ എനിക്ക് പനിയായിരിക്കണം, ഞാൻ നല്ല പനിയുള്ള ഒരാളാണ് എന്ന് ട്യൂൺ ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാളെ രാവിലെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിറ്റലും വിറ്റലും തുടങ്ങും, ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ അത് സംഭവിക്കുമല്ലോ അല്ലേ? സംഭവിക്കോ ഇല്ലയോ? സ്വർണ്ണോ ടൈപ്പ് ചെയ്തേ, സംഭവിക്കോ ഇല്ലയോ? എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നു തുടങ്ങിയാൽ രാവിലേക്ക് പനി വരുമോ വരില്ലേ? സ്വർണ്ണോ? ഇല്ല, ആൾക്കാർക്ക് അറിയില്ല. ടെസ്റ്റ് ചെയ്യണം. ഇന്ന് ടെസ്റ്റ് ചെയ്തോ? അറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? തിരിച്ചു പറയാം. ഓക്കെ, എസ് ആണല്ലോ. ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പറയാണ്, നാളെ രാവിലെ മുതൽ ഞാൻ ഫുൾ എനർജറ്റിക് ആണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്, ഫുൾ എനർജറ്റിക് ആണ്. എന്തായിരിക്കും സംഭവം? ഇതാണെങ്കിൽ അത് സംഭവിക്കണ്ടേ? എന്നിട്ട് എന്തേ രാത്രി കിടക്കുമ്പോൾ ഇത് ചെയ്യാൻ മടി? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഫുൾ എനർജറ്റിക് ആണ്, ആരോഗ്യവതിയാണ് എന്ന് പറഞ്ഞാൽ 1000 രൂപ ഫൈൻ കിടക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭർത്താവോ ഭാര്യയോ കുട്ടികളോ പറഞ്ഞിട്ടില്ല. അങ്ങനെ എങ്ങാനും വീട്ടിൽ പറഞ്ഞ 1000 രൂപ ഫൈൻ അടച്ചോളണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആരുടെ വീട്ടിൽ. എന്നിട്ട് എന്തിനാണ് കിടക്കുമ്പോൾ പറഞ്ഞത്, അയ്യോ ഭഗവാനേ നാളെ എങ്ങാനും എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടല്ലേ കിടക്കണേ? അല്ലേ? നോക്കൂ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. വേണം, കാരണം മനസ്സ് ഒരു സർവൻ്റ് ആണ്, അതിന് വേറൊന്നുമില്ല. അവിടെ അതിനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്തോളും. ഇതെന്താ കുഴപ്പം? മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷെ എന്താണോ വേണ്ട എന്നുള്ളത് അതാണ് പറഞ്ഞു കൊടുക്കണം. എന്താണ് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊന്ന് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് പഠിച്ചിട്ട് അതിലൊന്ന് പാകം ചെയ്തെടുക്കുക. എത്ര പേർക്ക് അങ്ങനെ ഇവിടെ ഇരിക്കുന്നവർക്ക് ആ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് ഒന്ന് പഠിക്കണം, ട്യൂൺ യുവർ സെറ്റ്, നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്?
ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, പേര് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് എൻ്റെ മനസ്സിനൊന്ന് പാകമാക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള. അപ്പോൾ യെസ്, ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നോ ആണോ? നോ ആണ്, എസ് ആണ്. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ, ഇരിക്കട്ടെ. ഏതായാലും പോകുന്ന വഴിക്ക് ടൈപ്പ് ചെയ്തു എല്ലാം നിങ്ങൾക്ക് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അതെല്ലാം ഇവിടെ ഉണ്ട്. തീരുമാനം നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തോ അത് നിങ്ങൾ തേടുവിൻ, അത് നിങ്ങളെയും തേടുന്നു എന്ന് ആരോ കവി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അതുപോലെ യെസ്. അപ്പം അതൊന്ന് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, ഇനിയോ മനസ്സിനെ നിങ്ങൾ ട്യൂൺ ചെയ്തു. എന്തിലേക്ക് ട്യൂൺ ചെയ്യുന്നു നിങ്ങൾ? ട്യൂൺ ചെയ്യാൻ തുടങ്ങി മനസ്സ്. എന്തിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്? അയ്യോ, അതെനിക്കറിയില്ല സാറേ. ഇപ്പോൾ ശാന്തകുമാരി പറഞ്ഞ പോലെ, സാറേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എനിക്കൊന്നും വരുമാനം വരുന്നില്ല. എന്താ വരാത്തത്? അതെനിക്കറിയത്തില്ല. അവിടെയാണ് വിഷയം. എന്തുകൊണ്ട് എൻ്റെ മനസ്സ് എനിക്ക് ഉദ്ദേശിച്ചത് വരുന്നില്ല? അപ്പൊ എനിക്ക് എന്താണ് ആവശ്യം? ആ ആവശ്യം എന്താണെന്നറിയണം. അതിന് നമ്മൾ നമ്മളെ ജീവിതത്തിൽ എന്താവണം എന്ന് നമ്മൾ തീരുമാനിക്കണം. എനിക്ക് എന്താണ് ആവശ്യം? ഇതില്ല, വീടില്ല, എനിക്ക് വീടുണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതിൽ പറ്റുന്നില്ല. പക്ഷെ എനിക്കെന്താ വേണ്ടത്? ഇപ്പം എനിക്കറിയില്ല. എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിൽ പൈസയില്ല, അല്ലെങ്കിൽ ഇതിൽ പൈസ ഉണ്ടാക്കുന്നില്ല, എനിക്ക് ജോലിയില്ല എന്ന് എനിക്കറിയാം. എന്താ എനിക്ക് വേണ്ടത്? അതിപ്പോ എന്നുള്ളതാണ് അല്ലേ? എങ്ങനെയാണോ അല്ലേ? വേണ്ട എന്ന് പറയുന്നവർക്ക് വേണം എന്ന്, ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വേണ്ട എന്നുള്ളത് എനിക്കറിയാം, വേണമെന്നത് എത്ര പേർക്കറിയാം? ഇന്നതാണ് എനിക്ക് ലൈഫിൽ വേണമെന്ന് പറയുന്നവരെന്ന് പറഞ്ഞ് എനിക്കറിയാം എൻ്റെ ലൈഫിൽ എന്തെന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന്. ദേ ഇതാ പുതിയതാണ്, ഇപ്പൊ പുതിയ അല്ലേ, ഇതല്ലേ ഇവിടെ പോയി മറ്റേ ബുക്ക്, പുതിയ ബുക്കാ. എന്താണ് എനിക്ക് ഇനി ലൈഫിൽ ആവശ്യമില്ല, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനി എന്താണ് ആവശ്യം? തുടങ്ങിയതാ എഴുതാൻ. ഒന്നും ഉത്തരമൊന്നുമല്ല. ഇതാ തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ, ഇനി ബാക്കി എഴുതാനുണ്ട്. എഴുതാൻ അത്ര പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. എന്താ വേണ്ടതെന്ന് അറിയാം. കഥ ഞാൻ പറഞ്ഞു, ഒരു സർപ്രൈസ് 2 ദിവസം കൊണ്ട് പറയാനുണ്ടെന്ന്. ഇതാ ഓരോന്നും ഡേറ്റ് വൈസ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പറ്റുമോ നിങ്ങൾക്ക്? താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാനായിട്ട്? ആ, വേണം. എഴുതിയെടുക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ എത്ര പേർക്ക് പറ്റും? ഇതിനാണ് നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കണം, വിഷൻ ഉണ്ടാക്കണം, ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കണം. വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു, വേണമെന്ന് ലക്ഷ്യബോധം ഉണ്ടാക്കണം. എഴുതണം, ഇരുന്ന് എഴുതണം, തെളിയണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വിഷൻ ബോർഡ്, ഗോൾ സെറ്റിങ്സ് ചെയ്യിക്കുന്നത്. കാരണം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തിനാണ്, കണ്ണടച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെക്നിക്ക് ചെയ്താൽ ഗുണം കിട്ടും. പക്ഷെ എന്താണ് കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് അറിയണമല്ലോ. അപ്പോൾ ലൈഫ് ലോങ്ങിൽ നമുക്ക് എന്തായിരിക്കണം എന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും രസം? ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് 1 വർഷം മുമ്പ് അറിയാം. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ 1 വർഷം കൊണ്ട് ഡോക്ടർ ദിനേശ് മുങ്ങത്തായ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ മാറി വന്നല്ലേ, ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. സൈക്കോളജി ക്ലാസ് എടുത്തു, MSc സൈക്കോളജി കഴിഞ്ഞു, MBA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചെയ്തത്. അതെ, പബ്ലിക്കായിട്ട് പറയാം, ഒന്നുമില്ല. എൻ്റെ ബാക്കിയുള്ള സമയത്ത്, അതുപോലെ എൻ്റെ ബിസിനസ്സിൻ്റെ സമയത്തിനിടയിൽ ചെയ്ത ഇത്ര ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആർക്കാ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ലക്ഷ്യബോധം ഉണ്ടായാൽ, ഇന്ന് രാവിലെ ഞാൻ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ യൂട്യൂബ്, നമ്മൾക്ക് യോഗയില്ല, ഞാൻ 5-6 മണി വരെ കിടന്നുറങ്ങി. എന്തുകൊണ്ടാണെന്നറിയോ? രാവിലെ ചെയ്യാൻ എനിക്കൊന്നുമില്ല, ലക്ഷ്യമില്ല. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്, നാളെ രാവിലെ 5:30 മണി ക്ലാസ് ഉണ്ട്, ഞാൻ 5 മണിക്ക് ഇവിടെ റെഡി ആയിരിക്കും അല്ലേ? പരിപാടിയുണ്ട്, ഉറങ്ങാൻ പറ്റൂല. കാരണം എന്താ അറിയോ? അയ്യോ പണിയുണ്ട്. ഇത് എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം കൊണ്ടുള്ള കാര്യം. അപ്പോൾ വിഷൻ ബോർഡിൻ്റെയും ഗോൾ സെറ്റിങ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ ഉണ്ട്. വാങ്ങിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുമായിട്ട് പറയാനുള്ളത്. കാരണം നമുക്ക് പലരും പലരും ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനതും കൂടി പറഞ്ഞുതരാം. എനിക്ക് ഡിസംബർ 31-ാം തീയതി 1 കോടി രൂപ ഉണ്ടാവണം അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത്തരം ചിന്താഗതികൾ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആവുന്നത്, എത്തുന്നത്. അവരതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിനെ ട്യൂൺ ചെയ്തു, എന്നിട്ടോ മനസ്സിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിന്റെ യജമാനനായി മാറണം. മാസ്റ്റർ യുവർ മൈൻഡ്. മനസ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. മനസ്സ് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല. ഇപ്പോഴെന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വേണ്ടാത്ത ചിന്തിച്ചിട്ട് വേണ്ടാത്തതിൽ നിങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പൊ ആരാണ് അവിടെ യഥാർത്ഥത്തിൽ യജമാനാരാണ്?
നമ്മുടെ മനസ്സ് നമ്മുടെ യജമാനായി മാറുന്നു. അപ്പോൾ ശരിക്കും ജോലിക്കാരൻ ഒരാൾ പണിക്ക് വെച്ചു, എന്നിട്ട് അവൻ്റെ ജോലി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ജോലിക്കാരെ വെച്ചു വീട്ടിൽ, ആ ജോലിക്കാരെ പണി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ. ഇതല്ലേ മനസ്സിനെ നമ്മളെ മനസ്സ് നമ്മുടെ മാസ്റ്റർ ആവാതിരുന്ന, നമ്മൾ മനസ്സിന്റെ മാസ്റ്റർ ആവാതിരുന്നാൽ. അപ്പോൾ മാസ്റ്റർ യുവർ മൈൻഡ്, എങ്ങനെ നമ്മുടെ മനസ്സിന്റെ മാസ്റ്ററായി മാറാൻ പറ്റും? ഇത് പഠിക്കണം, ഇതറിയണം. അതാണ് പറഞ്ഞത്, ഇത് എവിടെയും പഠിപ്പിക്കാത്ത. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഈ കുത്തട എൻ്റെ എന്താ പറയാ, ഇലക്ഷൻ സമയത്ത് ഇല്ലേ പാർട്ടിക്കാർ ചെയ്യില്ലേ, പറയുമ്പോൾ അത് അവരൊക്കെ തന്നെ കുത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ഇത് മാസ്റ്റർ മൈൻഡൊക്കെ ആയവൻ എന്താ അറിയോ ചിന്തിക്കും, ഇവൻ എന്താ ഇപ്പം നമുക്ക് ചെയ്തു തന്നെ, എന്തിനാണ് ഈ ഭരണം നമുക്ക്? അപ്പൊ അവര് ബുദ്ധി ഉപയോഗിക്കും. ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവരും സെലക്ട് ചെയ്യില്ല, ഭരണകൂടത്തിന് നിലനിർത്തൂല. അവർ ചോദിക്കും, നീ എന്തിനാ ഇവിടെ, എന്താ ഞങ്ങൾക്ക് ചെയ്തു തന്നെ എന്ന് ചോദിക്കും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം ഉള്ളത്. ഇപ്പൊ ഭരണകൂടത്തിന് തന്നെ എഗനിസ്റ്റ് ആവുന്ന കാര്യത്തെ അവർ പ്രോത്സാഹിപ്പിക്കുമോ? ഇല്ല. അപ്പോൾ അവർ വേണ്ട, അത് വേണ്ട, ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ യജമാനൻ, നീ അടിമ, അത് മാത്രമായാൽ മതി, അതിൽ കൂടുതൽ ബുദ്ധി നീ ഉപയോഗിക്കണ്ട എന്നതുകൊണ്ടാണ് ഇതുകൂടിയും പഠിപ്പിക്കാത്തത്. പക്ഷെ പഠിപ്പിച്ചാലോ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരും, അവരാര് വേണം സെലക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇത് പരസ്യമായി പറഞ്ഞു. ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വിമർശിച്ചല്ല പറഞ്ഞത്, സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഭരണം നമ്മുടെ കയ്യിലുണ്ടാവണം. ഞാൻ ചിന്തിക്കുന്നു, ഓക്കെ, എൻ്റെ ആവശ്യമുള്ളത് ഞാൻ ചിന്തിക്കണം, അല്ലാത്ത ഞാൻ ചിന്തിക്കില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം, മനസ്സിനെ നിങ്ങൾ ട്യൂൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മാസ്റ്റർ ആവുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായ ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയോ അത് മാത്രം കഴിഞ്ഞിട്ടില്ല, അവിടെയും തീരുന്നില്ല. എൻ്റെ കയ്യിലെ വലിയ ഗോളുകളാണ്, വലിയ ലക്ഷ്യങ്ങൾ എനിക്കുണ്ടായി, പക്ഷെ എനിക്കതിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, വൈബ്രേഷൻ ചേഞ്ച് ആവണം. എൻ്റെ ലക്ഷ്യം 5 കോടി രൂപ സമ്പാദ്യമാക്കി വെക്കുകയാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ മതിയാന്ന്, അയ്യോ 5 കോടി എന്നെ കൊണ്ട് പറ്റൂല. സ്വാഭാവികമാണ്, മനുഷ്യന്റെ അവസ്ഥയാണ് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 220 കിലോ ആണ്, ഇങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ഒരു 100 കിലോ പൊക്കുന്ന ഒരാളായി മാറണം. അപ്പൊ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് 100 കിലോ എത്തണം. അത് മാത്രമേ വഴിയുള്ളൂ, അല്ലാതെ ഒരു സ്ഥലത്തിൽ എത്താൻ പറ്റില്ല. അതിന് നമ്മൾ ഈ അവസ്ഥയിലേക്കുള്ള എനർജി നമ്മൾ ഉണ്ടാക്കണം, ഊർജം നമ്മൾ ഉണ്ടാക്കണം. ആ ഊർജം മാറ്റാനായിട്ട് നമ്മൾ അട്രാക്ഷൻ സിസ്റ്റം പഠിക്കണം, എനർജിയെ പറ്റി പഠിക്കണം, എനർജി മനസ്സിലാക്കണം. എന്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എനർജി കൂടും, എന്ത് ചെയ്താൽ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻ എഴുതുന്നു, എല്ലാവർക്കും കോൺഫിഡൻസ് കൂടുന്നു അല്ലേ? ചില ടെക്നിക്കല് നമ്മൾ നമ്പർ എഴുതി വെച്ചു, ചില ടെക്നിക്കുകൾ ചെയ്തു, നല്ല കാര്യം ചെയ്തു, 2-2 ടെക്നിക്ക് ചെയ്തു, 4-4 ടെക്നിക്ക് ചെയ്തു, കുബേര മെഡിറ്റേഷൻ ചെയ്തു. അങ്ങനെ പല ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അപ്പാവും. ഇത് അട്രാക്ഷൻ സിസ്റ്റം, ലോ ഓഫ് അട്രാക്ഷൻ തിയറിയാണ്. ഈ സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് 5 കോടിയാവേണ്ടതെങ്കിൽ 5 കോടിയുടെ സമാനത ഇവിടെ ഉണ്ടാക്കിയാൽ ഇത് പരസ്പരം ആകർഷിക്കും. ഇതിനാണ് അഡ്വാൻസ്ഡ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് പഠിക്കണം. എന്തൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ക്വാണ്ടം ജമ്പിങ് പോലുള്ള ഇരുന്നെടുത്ത് ടിക്ക് എന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസിയിൽ എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ മാജിക്കുകൾ സംഭവിക്കാൻ തുടങ്ങും. എന്താണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാജിക്ക് സംഭവിക്കണം? എന്താണ്? എന്തെങ്കിലുമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാജിക്ക് നമുക്ക് സംഭവിക്കണം. ഇതിനാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ ജേണി, ഈ യാത്ര നിങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്തായിരിക്കും? പിന്നെ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ വാക്കൊന്ന് താഴെ ടൈപ്പ് ചെയ്തേ പോട്ടെ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടി, പിന്നെ നിങ്ങൾ അനുഭവിക്കുന്നത് എന്തായിരിക്കും?
ഹാപ്പി അല്ലേ? അതാണ് നമ്മുടെ യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിക്കഴിയുമ്പോൾ നമ്മൾ നിത്യസന്തോഷത്തിലേക്ക് എത്തും. ഇവിടെയാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന നമ്മുടെ കോൺസെപ്റ്റ് കിടക്കണേ. ഇത്രയും നടന്നു പോകുമ്പോൾ നമ്മൾ ജേണി ടു ഹാപ്പിനെസ്, പിന്നെ സന്തോഷത്തോടുകൂടി യാത്ര, ഇങ്ങനെ ചിരിച്ച് അല്ലേ. കുറച്ച് ചിരിക്കെന്തോ ഒരു കുറവുണ്ട്, കാരണം ചിരിക്കാൻ മടിയാന്ന്, മീശ കുറച്ച് വെളുത്തിട്ടുണ്ട്, അതുകൊണ്ട് ചിരി കുറച്ച് കുറക്കുന്നുണ്ട് കേട്ടോ അല്ലേ. ഇത് ഒന്ന് ശ്രദ്ധിച്ച് ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കും, നിങ്ങളെ മീശേനേക്കാൾ ഞാൻ എൻ്റെ പല്ലിനെ കാണിക്കട്ടെ പുറത്ത് അല്ലേ, നോക്കിയേ. ഇതുപോലെ ചിരിക്കാൻ പറ്റണം. ഇതെന്താ? സന്തോഷം നിത്യവും നിറഞ്ഞു നിൽക്കണം. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുക എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നേടുമ്പോൾ നമ്മൾ നിത്യസന്തോഷവാനായി നിൽക്കും അല്ലേ. ഇതാണ് നമ്മളുടെ റിയൽ കോൺസെപ്റ്റ്. അത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? സക്സസ്. പിന്നെ ആരും ചോദിക്കുമ്പോൾ ഈസ് എ സക്സസ് മാൻ, ഈസ് എ സക്സസ് വുമൺ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. അതാണ് നമ്മുടെ യാത്രയുണ്ട്. ഇത്രയും ലളിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം ഇത്രയും ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ആൾക്കാർ ഇതിപ്പോൾ പഠിക്കാത്തവരോട് വെൽക്കം, വരിക, പ്രാക്ടീസ് ചെയ്യുക, നിൽക്കുക. ഇപ്പോഴിരിക്കുന്ന എല്ലാ കുട്ടികളും എൻ്റെ ക്ലാസ്സിൽ യൂട്യൂബിലുള്ളവർക്ക് ഓഫർ വേണോ? ഓക്കെ, അഡ്മിന് നിർബന്ധമാണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ഓഫർ വേണമെന്ന് കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ആയിട്ട് വരേണ്ടത്, ആദ്യം നിങ്ങൾ പങ്കെടുക്കേണ്ടത് ട്യൂൺ യുവർ മൈൻഡിലാണ്. ട്യൂൺ യുവർ മൈൻഡ് ക്ലാസ്സിൽ ആദ്യം അങ്ങനെ വന്നാൽ മതി. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പർഷിപ്പ് എല്ലാം കൂടിയുള്ള മെമ്പർഷിപ്പ് എടുക്കാം, അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ബേസിക് ആയിട്ട് വേണം, ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാം. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മിക്കവരും ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് ക്ലാസ് കഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഈ ആൻസറൊക്കെ ഇങ്ങനെ വന്നത്. അതിൽ 2-3 ആൾക്കാർ ആൻസർ മാറി പറഞ്ഞത് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് ആണ്, പക്ഷെ ശ്രദ്ധിച്ചില്ല, മറുപടി എന്താ പറയേണ്ടത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് ആ സമയത്ത് ചെറിയത്, അവരൊക്കെ നല്ല സ്റ്റുഡൻസുകളാണ് എന്നെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിലും ഓഫർ ഒക്കെ തരാം, വിഷയമൊന്നുമില്ല. ഓഫറിലാണോ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമ്പത്തില്ല എന്നാണെങ്കിൽ അതിനുള്ള പോകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. ആ ടെക്നിക്കുകൾ ഞാൻ മില്യൺ ദിറംസ് റുപ്പീസ് ഉണ്ടാക്കുന്ന ടെക്നിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ചേരാനുള്ള കാശ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഫലിക്കുന്നില്ലെന്നാണോ, അല്ല നിങ്ങളുടെ വൈബ്രേഷൻ മാറിയില്ലെന്നാണോ? നിങ്ങളതിനെ തീരുമാനിക്കുക അല്ലേ. ഒന്നിക്കൽ ഞാൻ പറഞ്ഞ ടെക്നിക്കുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഗുണമില്ല എന്നാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വൈബ്രേഷനിലാണ് വിഷയം, നിങ്ങളുടെ ട്യൂണിങ്ങിലാണ് വിഷയം. ഞാനിവിടെ ഇംഗ്ലീഷ് ചാനൽ ഓണാക്കി വെച്ചു, നിങ്ങളവിടെ മലയാളം ചാനലിന് ട്യൂൺ ചെയ്തു. അപ്പോൾ കിട്ടൂലല്ലോ, ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഈ ട്യൂണിനെ ഒന്ന് പഠിക്കണം. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല, മൈൻഡ് ട്യൂണിങ്ങിനെ പഠിക്കുക തന്നെയുള്ളൂ. അഡ്മിനെ വിളിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. പ്രൈസ് ഉണ്ട് അടുത്ത മാസം. ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ മെമ്പർഷിപ്പായിട്ട് മാത്രമേ കൊടുക്കണു. 11,500 രൂപയായിരുന്നു ഈ വർഷത്തെ മെമ്പർഷിപ്പ് ഫീസ്. ഇനി മെയ് മാസത്തിൽ ഷോബീസിലായിട്ട് വ്യത്യാസപ്പെടും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓഫർ കൊടുത്താണ്. വലിയ വില കൂടിയാണ്, 65,000 രൂപ മറ്റാണ് കോഴ്സിൻ്റെ ഫീസ്. അതിൽ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് 4,444 രൂപയാണ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൻ്റെ ക്ലാസ്സിൻ്റെ പ്രൈസ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഒരു കാര്യം ചെയ്യുക, താഴെ നിങ്ങൾ വീഡിയോയുടെ താഴെയായിട്ട് ഐ വാണ്ട് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് കമൻറ്റ് നിങ്ങൾ അയച്ചിട്ട് നിങ്ങൾ അഡ്മിന് കമൻറ്റ് നിങ്ങൾ അവിടെ എഴുതുക. എന്നിട്ട് അതേ പേരിൽ നിങ്ങൾ അഡ്മിൻ ഒന്ന് വിളിച്ചോളൂ. അഡ്മിൻ നമ്പർ ഇവിടെ ഉണ്ടാകും, വിളിച്ചോളൂ. അഡ്മിൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചുള്ള ഓഫർ തരും. നന്നായിട്ട് കമൻറ്റ്, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പരാതികൾ പരിഭവങ്ങളില്ലാത്ത, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ആവശ്യം, ഞാൻ ഇന്നതൊക്കെ ആവാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് താഴെ സമയമെടുത്ത് ക്ഷമാപൂർവം എഴുതി ഇടുന്ന ആൾക്കാർക്ക് അഡ്മിൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, എനിക്ക് ഇന്നതാവണമെന്ന് ഒരാഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ ആവുന്നു എന്ന് പറ്റുന്നില്ല. അവർക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. ഞാൻ അല്ലാതെ വെറുതെ ആരെങ്കിലും കയറി വന്ന, കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ക്ലാസ്സിൽ കയറി വന്നതും കൂടി പറയണമല്ലോ. ഒരൊറ്റ അത് ഇത്രയും കാലമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞാണ്, അവരൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, അല്ലെ കണ്ടിട്ടാണ് കയറി ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു ക്ലാസ്സും എടുത്തില്ല എന്ന്, ഇതെന്തിനാണ് ഞാൻ ക്ലാസ്സിന് പേ ചെയ്തതെന്ന് പോലെ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വെച്ചു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ സന്തോഷം അങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. കാരണം ആൾക്കാർക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഞാൻ അവർക്ക് എത്ര ക്ലാസ് എടുത്തിട്ട് വേണം മാറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ആൾ ഒരു ക്ലാസ്സിൽ പോലും പങ്കെടുത്തില്ല. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ നമ്മളെ ഒരു ആപ്പിൽ പോലും ലോഗിൻ ചെയ്തില്ല, ഒരു ലൈവ് ക്ലാസ്സിലും പങ്കെടുത്തില്ല.
ഞാൻ ഈ ഫ്രീ ലൈവ് ക്ലാസ്സിൽ മാത്രം പങ്കെടുത്തു. ആ ക്ലാസ്സിൽ ഒന്നിലും പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ആപ്പിലും കയറിയില്ല, ലോഗിനും ചെയ്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അവരെ മാറ്റാൻ പറ്റുക എനിക്ക്? അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇവിടെ ഐ വാണ്ട് എന്നുള്ള കൃത്യമായി നിങ്ങളുടെ ആഗ്രഹവും ആവശ്യമൊക്കെ യൂട്യൂബിൻ്റെ താഴെ നിന്ന് കമൻറ്റ് എടുത്തോളൂ. എന്നിട്ട് ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അഡ്മിനെ വിളിച്ചിട്ട് ഇതാണ് ഞാൻ കമൻറ്റ് ചെയ്തത്, എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ആ കോഴ്സിന് ഇത്രയും ഡിസ്കൗണ്ട് തരണം, എത്ര വേണ്ടതെന്ന് വെച്ച് പറയുക. അഡ്മിൻ അത് നിങ്ങൾക്ക് നമ്മൾ അക്കൗണ്ട്സായിട്ട് ആലോചിച്ച് സ്പെഷ്യലായിട്ടുള്ള പ്രൈസ് വരും. കാരണം എന്താ പറയുക, നിങ്ങൾ ശരിക്കും വേണ്ടവർക്ക് നൽകുക എന്നതാണ് സത്യം, അല്ലേ? നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർക്ക് ഒരു സാധനം, വിശക്കുന്നവന് ഭക്ഷണം കിട്ടുന്നതാണോ കൊടുക്കുന്നതാണോ നല്ലത്, അല്ല എല്ലാവർക്കും വാരിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നതാണോ നല്ലത്? നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കേ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണോ നന്മ, അല്ല എല്ലാവർക്കും വാരിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നതാണോ നന്മ? ഉത്തരം നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ വേണ്ടവർ വിളിച്ചോളൂ, അഡ്മിനെ വിളിച്ചോളൂ, സംസാരിച്ചോളൂ. യൂട്യൂബിലാർക്ക് മറ്റുള്ളവർക്ക്, നമുക്ക് ഇവിടെ ക്ലാസ്സിലുള്ളവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓഫർ നല്ല തരുന്നുണ്ട്. അത് പ്രസിദ്ധനെ വിളിച്ചാൽ തരും, അല്ലേ? അപ്പോൾ വിശക്കുന്നവർക്ക് വേണ്ടി മാത്രം നമുക്ക് കൊടുക്കാം. ആവശ്യമുള്ളവരും വിളിച്ചോളൂ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോ ഫേസ്ബുക്ക് കാണുന്നവരോ നിങ്ങൾക്ക് ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞോളൂ, നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മെമ്പർഷിപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അത് എമൗണ്ട് കൂടുതലാണ്. നിങ്ങൾക്ക് ഒറ്റ കോഴ്സ് എടുക്കണം. ഒറ്റ കോഴ്സായിട്ട് ഞാൻ അടുത്ത 1-ാം തീയതി ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതി തന്നെ തുടങ്ങും ക്ലാസ്. അതിന് മുമ്പേ വേണ്ടവർ ജോയിൻ ചെയ്തോളൂ. മറ്റെല്ലാ ക്ലാസ്സുകളും അതനുസരിച്ച് നിങ്ങൾ നോക്കിയെടുത്തോളൂ. വിഷൻ ബോർഡ് അഡ്വാൻസ് ലോ ഓഫ് ട്രേഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിഷൻ ബോർഡിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് അതിൽ ജോയിൻ ചെയ്യാം. മാസ്റ്റർ മൈൻഡ് സെറ്റ് പങ്കെടുക്കണമെങ്കിൽ ആദ്യം ടൂണിയർ മൈൻഡ് സെറ്റ് കഴിയണം, അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടയിൽ കയറിയിട്ട് എനിക്ക് മാസ്റ്റർ മൈൻഡ് സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് ടൂണിയർ മൈൻഡ് സെറ്റ് കഴിഞ്ഞവർക്ക് മാത്രമാണല്ലോ. ഇപ്പോൾ മാസ്റ്റർ മൈൻഡ് സെറ്റിൻ്റെയും ഇപ്പോൾ ടൂണിയർ മൈൻഡ് സെറ്റ് കഴിഞ്ഞ എല്ലാവരോടും 1-ാം തീയതി മാസ്റ്റർ മൈൻഡ് സെറ്റ് പുതിയ സെഷൻ തുടങ്ങും, അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മളെല്ലാം കോഴ്സുകളെ പറ്റിയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും കിട്ടാനായിട്ട് നിങ്ങൾക്ക് www.dineshmungath.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആപ്പിൽ എല്ലാ സാധനവും അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പുസ്തകം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ബ്രേസ്ലെറ്റുകൾ, മറ്റ് സാധനങ്ങൾ, പിരമിഡ്സുകളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം ഓൺലൈനിൽ കിട്ടും. എല്ലാവരും ഓൺലൈനിലേക്ക് നോക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഓൾ.